لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട്, ഖുർആൻ ശരീഫിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഖൽബ് നീ പ്രകാശിപ്പിക്കണേ റഹ്മാനേ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ ഏറ്റവും മേലെയായ സാബിഖീങ്ങൾക്കുള്ള മഹത്വങ്ങളെ കുറിച്ചിട്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവർക്ക് സ്വർഗത്തിൽ കൊടുക്കും. അങ്ങനെ പറഞ്ഞു വഹൂറുൻ ഐൻ, സ്വർഗത്തിൽ വെച്ച് സ്വർഗീയ സ്ത്രീകളെ അള്ളാഹുവർക്ക് നൽകും. ഹൂറുൽ ഐനീങ്ങളായ പെണ്ണുങ്ങളെ സ്വർഗത്തിൽ കടന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, സ്വർഗീയ സ്ത്രീകൾ, സ്വർഗീയ തരുണിമണികൾ അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. എങ്ങനത്തെ ഹൂറുൽ ഐനീങ്ങളാണ്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച മുത്ത് പോലെയുള്ള, ചിപ്പി വടക്കാതെ അതിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച മുത്ത് പോലെയുള്ള സ്വർഗീയ സ്ത്രീകളെ അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. അതാ ചിപ്പിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിനൊരു കേടും സംഭവിക്കുകയില്ല, അതിനൊരു കുറവും സംഭവിക്കുകയില്ല. അത് ഭദ്രമായിട്ട് എത്ര ചന്തത്തിലേക്ക് ആ ചിപ്പിന്റെ ഉള്ളിലേക്കുമ്പത്തുകയും അതുപോലെയുള്ള ഒരു കേടും സംഭവിക്കാത്ത നല്ല ചന്തത്തോ ഒരു കൂട്ടം പരിശുദ്ധമായ ഹൂറുൽ ഐനീങ്ങളായ സ്ത്രീകളെ അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല ആ ഹൂറുൽ ഐനീങ്ങളെ കുറിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ആ സാബിഖീങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യരോ ഒരു ജിന്നുവർഗമോ ഒരു മനുഷ്യവർഗമോ അവരെ തൊട്ടിട്ടില്ല. അത്രയും ഭംഗിയുള്ള, അതാ മുത്തുപോലെയുള്ള പെണ്ണുങ്ങളാണ് അവർ. ഇവരെ കാട്ടി മുമ്പ് ഒരു മനുഷ്യ സമൂഹമോ ഒരു ജിന്നുകളോ അവരെ സ്പർശിച്ചിട്ടില്ല, അവരെ ടച്ച് ചെയ്തിട്ടില്ല, അവരെ തൊട്ടിട്ടില്ല. അത്രയും ഭംഗിയുള്ള ആ സ്ത്രീകളെ അല്ലാഹു തആല സാബിഖീങ്ങൾക്ക് കൊടുക്കുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം വഇൻദഹും ഖാസിറാത്തു ത്വർഫീൻ കഅന്നഹുന്ന ബൈളും മക്നൂൻ. അതാ ഭർത്താക്കന്മാരെ കണ്ണുകളെ ഭദ്രമായ നിലയ്ക്ക് സൂക്ഷിച്ച് അവര് നിയന്ത്രിക്കുന്നവരാണ് അവർ. ദുനിയാവിന്റെ പെണ്ണാകുമ്പോൾ ഏതൊരാളും എത്ര ഭംഗിയുള്ള ഒരു ഭാര്യയാണെങ്കിലും മറ്റൊരു പെണ്ണിനെ കാണുമ്പോൾ ചിലപ്പോൾ നോക്കിപ്പോകും. മനുഷ്യ സ്വാഭാവികമാണ്. എത്ര വലിയ ഭാര്യ അവനിക്കുണ്ടെങ്കിലും, എത്ര ഭംഗിയുള്ള ഭാര്യയാണെങ്കിലും മറ്റൊരു പെണ്ണിനെ കാണുമ്പോൾ, മറ്റൊരു തന്റെ ഭാര്യയെ കാണുമ്പോൾ ചിലപ്പോൾ നോക്കിപ്പോകും, കൊതിച്ചു പോകും. അതേ സമയത്ത് അതാ സ്വർഗത്തുള്ള ഹൂറുൽ ഐനീങ്ങളെ അവർക്കുള്ള ഭർത്താക്കന്മാരെ മറ്റൊരാളിലേക്കും അവരെ കണ്ണ് പോകുന്നിട്ട് തടയുന്ന, നിയന്ത്രിക്കുന്ന സ്ത്രീകളാണ് ഹൂറുൽ ഐനീങ്ങളെ. അല്ലാഹുവേ, ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങള് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. ചിപ്പിന്റെ അകത്ത് ഭദ്രമായി സൂക്ഷിച്ച ആ മുത്തുപോലെയുള്ള സ്ത്രീകളെ അല്ലാഹു നാളെ
ആഖിറത്തിന് നൽകുന്നതാണ്. ഇത് പറയുമ്പോൾ ചെറിയ ഒരു സംശയം ഇവിടെ ഉണ്ടാകും. എല്ലാവർക്കും സംശയം ഉണ്ടാകും. ആണുങ്ങൾക്ക് ഹൂറുൽ ഐനികളായ സ്ത്രീകൾ അല്ലാഹു നൽകുന്നുണ്ട്, അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇല്ലേ? സാധാരണ പെണ്ണുങ്ങൾക്ക് ആരാ സംശയം? നമുക്കില്ല ബാവ, ആണുങ്ങൾ ഉണ്ടോ ചൊല്ലും. പക്ഷേ എവിടെയും വ്യക്തമായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നില്ല. എങ്കിലും ഇല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഇല്ല എന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. കാരണം പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങളെ നഫ്സുകൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ശരീരങ്ങൾ കൊതിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്. അവിടെ ആണും പെടും, പെണ്ണും പെടും. ഇനി ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ഇല്ല എന്നും പറയാൻ സാധ്യമല്ല. കാരണം ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? മാലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമിഅത്ത് വലാ ഖത്തറ അലാ ഖൽബിൻ ബശരിൻ ഫിൽ ജന്ന. ഒരു കണ്ണ് കൊണ്ട് കാണാത്തതാണ് സ്വർഗം, ഒരു കാത് കൊണ്ട് കേൾക്കാത്തതാണ് സ്വർഗം, ഒരു ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തതാണ് സ്വർഗം. സ്വർഗം എന്നുള്ളത് അള്ളാഹു ഇപ്പൊ പറഞ്ഞ ചെറിയ ഒരു ചിത്രം മാത്രം, ഒരു സാമ്പിൾ മാത്രം. ആ സ്വർഗം എത്രയോ വിശാലമാണ്. അതുകൊണ്ട് മുഅ്മിനെ ആ വിഷയത്തിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല സ്വർഗത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അതാ സ്വർഗത്തിന് ഒരു പെണ്ണ് സ്വർഗത്തിൽ എത്തിയാൽ പിന്നെ അവളത്ര ഭംഗിയുള്ള പെണ്ണ് ഹൂറുൽ ഈനികൾക്ക് പോലും എത്താൻ സാധ്യമല്ല. സ്വന്തം ഭാര്യ സ്വർഗത്തിലെത്തിയാൽ അവൾക്കുള്ള ഭംഗി ആ സ്വർഗീയ സ്ത്രീകളെക്കാളും എത്രയോ മേലെയാണെന്ന് ഹബീബായ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്വർഗത്തൊരു ഭർത്താവ് എത്തി കഴിഞ്ഞാൽ, ഒരു പെണ്ണിന്റെ മാപ്പിള സ്വർഗത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ കടന്നാൽ 33 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. സ്വർഗത്തിൽ കടന്ന ഏതൊരു ആണിനും പെണ്ണിനെ വയസ്സെത്ര? 33 വയസ്സ് അറിയിക്കുന്ന യൗവനമുള്ള ആളുകളാണ്. ആ സ്വർഗത്തിൽ ഒരു ഭർത്താവിനെ എത്തിക്കാൻ, ഒരു മാപ്പിളയെ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ മാപ്പിളിന്റെ ഭംഗി കണ്ടിട്ട് പിന്നെ അവൾക്ക് ഒന്നും വേറെ വേണ്ടി വരില്ല. അത്രയും ഭംഗിയാണ് സ്വർഗത്തിൽ. പക്ഷേ കുറച്ച് പണിയുണ്ട്. ഞങ്ങളെ പെണ്ണുങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാൻ കുറച്ച് ഞങ്ങൾക്ക് പണിയുണ്ട്. ഒരുപക്ഷെ ആണായവൻ സ്വബഹിസ്കാരത്തിന് വേണ്ടി പള്ളിക്ക് വരുന്നവനായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരിക്കും. അപ്പൊ സ്വന്തം ഭാര്യയും തഹജ്ജുദിലേക്ക് വിളിക്കണം. സ്വന്തം ഭാര്യയെ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കണം. അവന്റെ ഭാര്യനിട്ട് അനാവശ്യം വരാത്തതുപോലെ, മറ്റുള്ളവന്റെ ഗീബത്ത് പറയാത്തതുപോലെ ഒരുപാട് കഷ്ടങ്ങള് ആണായവനിക്ക് പെണ്ണിനെ സ്വർഗത്തിൽ എത്തിക്കാൻ ഉണ്ടാകും. അതേപോലെ പെണ്ണിനിക്കും ഭർത്താവിനെ സ്വർഗത്തിൽ എത്തിക്കാൻ കുറച്ചും പണിയുണ്ടാകും. നിസ്കാരം ഖളാ ആക്കുന്നവനാണെങ്കിൽ, ഖുർആൻ ഓതാത്തവനാണെങ്കിൽ, അല്ലാഹ് പൊരുത്തപ്പെടാത്ത നാവ് കൊണ്ട് പറയുന്നവരാണെങ്കിൽ ആ ആണുങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കുറച്ചും പണിയുണ്ടാകും. അതുകൊണ്ട് ഹൂറുൽ ഈനികളെ കുറിച്ച് അസ്ഹാബുൽ യമീൻ ഇതിനെക്കാട്ടിൽ കൂടുതലുണ്ട്. ഏതായാലും അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത്, ആ സ്വർഗീയ ലോകത്ത് അലങ്കരിക്കാൻ വേണ്ടി ഹൂറുൽ ഈനികളായ ഒരു കൂട്ടം സ്ത്രീകളെ അല്ലാഹു തആല പടത്തി വെച്ചിട്ടുണ്ട്. അവരുടെ ഭംഗി ഏതാണ്? അവരുടെ ചന്തം എങ്ങനെയാണ്? ഖുർആൻ പറയുന്നത് കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അതാ ചിപ്പിന്റെ അകത്ത് സൂക്ഷിക്കപ്പെട്ട മുത്തുപോലെയുള്ള ഹൂറുൽ ഈനികളായ ഒരു കൂട്ടം സ്ത്രീകൾ അവിടെയുണ്ട്. അല്ലാഹുവേ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങള് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മവാപ്പക്കും ഭാര്യ മക്കൾക്കും അനുഭവിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ.
ഇൻഷാ അല്ലാഹ് ഈനികളെ കുറിച്ച് അസ്ഹാബുൽ യമീനിനും ഇതിനെക്കാട്ടും വേറെ വിശദീകരണമുണ്ട്. പക്ഷേ ഈ നിഅമത്തെല്ലാം അല്ലാഹു തആല പറയുന്നു, സാബിഖീങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് കൊടുക്കുമല്ലോ. അതാ സ്വർഗീയ കള്ളുകളെ, അതേപോലെ തന്നെ പഴങ്ങളെ, അതേപോലെ പക്ഷിയിറച്ചികള്, അതേപോലെ ഹൂറുൽ ഐനീങ്ങളായ അനുഗ്രഹീതമായ സ്ത്രീകള്. ഇതൊരു സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇത്ര മാത്രം ആരും വിചാരിച്ചു പോകണ്ട. കാരണം ഞങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ഇത് എല്ലാം നൽകുന്നത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഭൂമി ലോകത്ത് നല്ല അമൽ ചെയ്തതിന് പ്രതികാരമായിട്ട് ഭൂമി ലോകത്ത് അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടവർ, അവരെ നാവ് കൊണ്ട് ഒരു ഹറാമായ വാക്ക് പോലും വന്നില്ല, അവരെ കാതുകൊണ്ട് ഹറാമ് കേട്ടില്ല, അവരെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടില്ല, അല്ലാഹുവിനെ മാത്രം പേടിച്ച് ജീവിച്ച ആ മഹാന്മാർക്ക് പ്രതിഫലമായിട്ട് അല്ലാഹു തആല കൊടുക്കുന്നതാണ് ഈ നിഅമത്തുകള്. കാര്യം അവർ ചെയ്ത അമലിക്ക് മാത്രം പ്രതിഫലമല്ല, അല്ലാഹുവിന്റെ റഹ്മത്തും കൂടി വേണം. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ ഒരാൾ രക്ഷപ്പെടാൻ സാധ്യമല്ല. എ ഗ്രേഡുകാരെ കുറിച്ച് പറഞ്ഞത്, സാബിഖീങ്ങളെ കുറിച്ച് പറഞ്ഞത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ റഹ്മത്തും ഉണ്ട്, അതോടുകൂടെ അവർ ദുനിയാവിൽ ചെയ്ത നല്ല പണിക്കുള്ള പ്രതികാരമാണ്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ആ സ്വർഗത്തിൽ കടന്നാൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ, ഒരു ബാത്തിലായ ഒരു അനാവശ്യമായ പളക്ക അവിടെ കേൾക്കാൻ സാധ്യയില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ്, ദുനിയാവിനെ കുറിച്ച് പറഞ്ഞാൽ പള്ളിയിലും കേൾക്കുന്നത് അനാവശ്യമാണ്, പള്ളിന്റെ പുറത്ത് പോയാലും അനാവശ്യമാണ്, ഔത്തുയെത്തിയാലും അനാവശ്യമാണ്, ഇൽമിന്റെ മജ്ലിസും അനാവശ്യത്തിന്റെ എത്രയോ വാക്കുകൾ വന്നു പോകുന്നുണ്ട്. അതേ സമയത്ത് സ്വർഗത്തിൽ കടന്നാൽ ലാ യസ്മഊന ഫീഹാ ലഗ്വാ, ഒരു അനാവശ്യമായ ഒരു വാക്ക് പോലും അവിടെ കേൾക്കുകയില്ല. വലാ തഅസീമാ, മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത്, മറ്റൊരാളെ ആക്ഷേപിച്ച് പറയുന്നത്, മറ്റൊരുത്തന്റെ ഗീബത്ത് പറയുന്നത്, മറ്റൊരുത്തന്റെ നമീമത്ത് പറയുന്നത്, മറ്റൊരാളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു വാക്ക് പോലും അവിടെ കേൾക്കുകയില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പാഠമാണ് മുഅ്മിനീങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് ഒരു അനാവശ്യം പോലും വരാൻ പാടില്ല. ഞങ്ങളെ നാവ് കൊണ്ട് മറ്റൊരാളെ ചെറുതാക്കി പറയണ്ട, മറ്റൊരാളെ ആക്ഷേപിച്ച് പറയണ്ട. എപ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആ റബ്ബ് പൊരുത്തപ്പെടുന്ന വാക്കാണോ ഞാൻ പറയുന്നത്, അത് ചിന്തിച്ചു കൊണ്ടാകണം. എപ്പോഴും ആ ബോധത്തോടെ നാം ജീവിക്കണം. ഇന്ന് പലരും നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്, പക്ഷേ അവന്റെ ഭാഗത്ത് ഒരുപാട് അനാവശ്യം വരുന്നുണ്ട്, ഒരുപാട് വേണ്ടാത്തത് വരുന്നുണ്ട്. ഇന്ന് പലരും ചിലപ്പോൾ മറ്റൊരാളെ നാം അഭിമുഖിക്കുമ്പോൾ നല്ല ഒരു വാക്കോടല്ല അഭിമുഖീകരിക്കുന്നത്, വേണ്ടാത്ത പളക്ക വിളിച്ചിട്ട്, വേണ്ടാത്ത കൂട്ടുപേര് വിളിച്ചിട്ട്, അല്ലെ, അവന് കാണുമ്പോ എന്നിട്ട് വേണ്ടാത്തൊരു പേര്. പാടില്ല, പാടില്ലത് അനാവശ്യമാണ്. നല്ല തിരുസത്തിൽ വിളിക്കുന്നത്, ആ പേര് ചൊല്ലുള്ളതാണ്, ഇന്നും ഒന്ന് വേണ്ടാത്ത വിളിച്ചു. അവനക്കും ബേജാറല്ല കേൾക്കുന്നത്, ഈ ചൊല്ലോനും ബേജാറില്ല. ആയെങ്കിൽ ആ പളക്ക അല്ലാഹുവിനെ പൊരുത്തപ്പെടാത്ത പളക്കായി പോയി. അവൾക്ക് പേര് വെച്ച നല്ല പേരുണ്ട്, ആ ബഹുമാനത്തിലും ആ സ്നേഹത്തിലും വിളിക്കണം. വേണ്ടാത്ത പേര് വിളിച്ചിട്ട് എന്തെല്ലാം വിളിക്കുന്നുണ്ട്, മങ്കഞ്ഞ വള ചെന്നിട്ടുണ്ട്. പാടില്ല, പാടില്ല, ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, ലാ യസ്മഊന ഫീഹാ, ആ സ്വർഗത്തിൽ കടന്നാൽ ഒരു അനാവശ്യം കേൾക്കാനില്ല. വലാ തഅസീമൻ, ഒരു വേണ്ടാത്തതും ഒരു ചീത്തയും അവിടെ കേൾക്കുകയില്ല. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഹദീസല്ലേ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ ഒരു ദിവസം ഒരു യഹൂദിയായ ഒരാള് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. സലാം ശരിയല്ല, അസ്സലാം ഇല്ലെങ്കിൽ നീ നാശമായിട്ട് പോ എന്ന് അറിയിക്കുന്ന അർത്ഥത്തിൽ യഹൂദിയായ ഒരാള് സലാം വന്നിട്ട് പറഞ്ഞപ്പോൾ ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹാ
അത് കേട്ടു. ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല ആ നിലക്ക് സലാം പറയുന്നത് കേട്ടപ്പോൾ ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് എന്തായി ചൂടായി പോയി. അവിടുന്ന് എന്തോ ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞപ്പോൾ ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പാടില്ല പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, നീ ഒന്ന് കൂളാവൂ, തിരിച്ചങ്ങനെ കൊടുക്കണ്ട. അതേപോലെ ഹബീബായ മുത്തുനബിനെ കുറിച്ച് പറഞ്ഞത് ലം യകുൻ ഫാഹിസൻ വലാ മുതഫഹസൻ വലാ സഖാബൻ ഫിൽ അസ്വാഖി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് ഒരൊറ്റ ഒരു അനാവശ്യം പോലും ഹബീബായ മുത്തുനബിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. റസൂലുള്ളാഹിനെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ആ ഒരു സ്വഭാവമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് ഒരു അനാവശ്യം പോലും ദുനിയാവിൽ നാം സംസാരിക്കാൻ പാടില്ല. ആ നിലയ്ക്ക് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ ആ സാബിഖീങ്ങളുടെ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും പെടാൻ കഴിയും. പിന്നീട് പറയുന്നു, ഇല്ലാ ഖീലം സലാമൻ സലാമാ. പിന്നെ എന്താണ് ഇവിടെ കേൾക്കുന്നത്? ആ സ്വർഗത്തിൽ എന്താണ് പിന്നീട് കേൾക്കുന്നത്? സലാമൻ സലാമാ, പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും. ഈ വാക്കാണ്, ഈ സൗണ്ടാണ് അവിടെ കേൾക്കുന്നത്. ആ സ്വർഗത്തിൽ ഒരു അനാവശ്യവുമില്ല, ഒരു വേണ്ടാത്തതുമില്ല. ഇല്ലാ ഖീലം സലാമൻ സലാമാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ സമാധാനത്തിന്റെ, ഈ സ്നേഹത്തിന്റെ, പരസ്പരം സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ വാക്കാണ് അവിടെ കേൾക്കുന്നത്. മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹബീബായ മുത്തുനബി പരിശുദ്ധമായ മക്ക വിട്ട് മദീനയിൽ എത്തിയപ്പോൾ ഒരു യഹൂദിയായ ഒരാള്, ഒരു യഹൂദി മതക്കാരനായ ഒരാള് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം അയാൾ പിന്നീട് പറയുന്നു. അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹബീബായ മുത്തുനബി എത്തിയപ്പോൾ മക്കത്തുള്ള എല്ലാ അൻസാരികളായ സ്വഹാബാക്കൾ, മുഹാജിരീങ്ങളായ സ്വഹാബാക്കൾ പറഞ്ഞു, ജാഅ ഹബീബുനാ, ഞങ്ങളെ ഹബീബായ മുത്തുനബി മദീനയിലേക്ക് വന്നു. ആ ഒരു വാർത്ത മദീനത്തിൽ എത്തിയപ്പോൾ എല്ലാ സ്വഹാബാക്കളും റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ആ കൂട്ടത്തയാൾ പറയുന്നു, ഞാനും മല്ല പോയി. ആ യഹൂദിയായ മനുഷ്യൻ പറയുന്നു, പിന്നീട് സ്വഹാബിയാണ്, അയാൾ പറയുന്നു, ഞാനും അവരെ കൂട്ടത്തിൽ മല്ല പോയി. തൗറാത്തിലും ഇഞ്ചീലും പറഞ്ഞ അവസാനത്തെ നബിയാണോ, അയാളെ മുഖം ഒന്ന് കാണണമെന്ന് കാണാൻ വേണ്ടി ഞാനും അവരെ മധ്യത്തിൽ ഇങ്ങനെ പോയി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الراحمين يا الله, ഞങ്ങളുടെ ദോഷങ്ങളെ നീ പുറത്തു താ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ഞങ്ങളെ നാവ് കൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ശരീരം കൊണ്ട് ചെയ്തു പോയിട്ടുണ്ട്. അല്ലാ, ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട് നീ അഫൂ ചെയ്യണേ അല്ലാ, നീ അഫൂ ചെയ്യണേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തു താ അല്ലാ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കഷ്ടം വന്ന് ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾ കുടിക്കാൻ വെള്ളം തന്ന, ഞങ്ങൾക്ക് കിതാബ് വാങ്ങി തന്ന, ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തന്ന പല മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഉണ്ട്. അല്ലാ, എല്ലാവർക്കും നീ അഫ്വ ചെയ്യണേ റഹ്മാനെ. പ്രത്യേകിച്ചും സൂറത്തുൽ വാഖിയ ഖുർആൻ ക്ലാസ് കേൾക്കാൻ വന്ന ഇവിടെ ഒരുമിച്ച് കൂടി മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആ സാബിഖീങ്ങളെ മഹത്വം പറഞ്ഞതിന്റെ കാരണം കൊണ്ടെങ്കിലും, അവരെ ചെറിയ ഖാദിമായിട്ടെങ്കിലും
ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് എത്തിപ്പിക്കണേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്, ഒരുപാട് കഷ്ടങ്ങളുള്ളവരുണ്ട്, ഒരുപാട് കടങ്ങളുള്ളവരുണ്ട്, മനസ്സ് ഒരുപാട് ചിന്തകളുമായി നടക്കുന്നവരുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കണേ റഹ്മാനെ. എല്ലാം നീ എളുപ്പം ചെയ്യണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിൻ.